നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പം നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളൊരു വീട് പണിയുന്ന പോലത്തെ ഒരു പ്രവൃത്തിയിലായിരിക്കുന്നത്. നമ്മൾ ഓരോ മീറ്റിങ്ങുകളിലും കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു കല്ലിൻ്റെ മീതെ വേറൊരു കല്ല് വെച്ച് പണിയുന്ന ഒരനുഭവത്തിലായിരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇല്ലെങ്കിൽ അത് നമുക്ക് ഉപകാരമായിട്ട് വരത്തില്ല. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മളിങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. മതി. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പം അതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ദൈവത്തെ അറിയുന്നു, ഒന്ന് ദൈവം നമ്മളെ അറിയുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ എഴുതുമ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ: ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ പിതാവിനെയും പുത്രനെ അറിയുന്നതാണ്. ആ ഒരു പ്രോസസ്സിൽ, പ്രക്രിയയിൽ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ദൈവത്തെ അറിയുന്നു, മറ്റൊന്ന് ദൈവം നമ്മളെ അറിയുന്നു. ഇത് 2ഉം കൂടെ സംഭവിക്കുന്നിടത്ത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കത്തുള്ളൂ. ഒരു തലം മാത്രമാണെങ്കിലോ? അപ്പം നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താ? എന്താ നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവെന്താ? യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. അപ്പം നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവെന്താ? അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്നുള്ളതാണ്. തൊട്ട് താഴത്തെ വാക്യം എന്താ? അപ്പോൾ അവനെ അറിഞ്ഞിരിക്കുന്നു പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാ? കള്ളൻ. ആ പദപ്രയോഗം വളരെ ശക്തമായൊരു പദപ്രയോഗമാണ്. കള്ളൻ. കള്ളനെ കുറിച്ച് വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പം നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു പറയുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളാരാ? എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ, കർത്താവേ ഞാനൊരു കള്ളനാണെന്നുള്ള സത്യം നമ്മൾ ദൈവമുമ്പാകെ സമ്മതിച്ചിട്ടുണ്ട്? എന്താ ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം? ദൈവം എന്തിനാ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചേ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം എന്താ നമ്മൾ വായിക്കുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം നിത്യജീവൻ നൽകാനായിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചതും ലോകത്തെ സ്നേഹിച്ചതും. ആ നിത്യജീവൻ എന്ന് പറയുന്നത് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. എവിടെയാണ് നിത്യജീവനുള്ളത്? എവിടെയാ ഉള്ളത്? ഈ നിത്യജീവൻ എവിടെ ഉണ്ടെന്ന് നമ്മൾ വായിക്കുന്നത്? 1 യോഹന്നാൻ ലേഖനം 5-ാം അധ്യായം 11 വാക്യങ്ങൾ. 1 യോഹന്നാൻ 5:11 മുതലുള്ള വാക്യങ്ങൾ.
അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ദൈവം നമുക്ക് നിത്യജീവൻ തന്നു എന്നുള്ളതാണ് ആ സാക്ഷ്യം. ആ ജീവൻ യേശുക്രിസ്തുവിലാണ് ഉള്ളത്. പുത്രനുള്ളവന് ജീവനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ പറഞ്ഞ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ അതിന് സ്വയമായി ഫലം കായ്പാൻ കഴിയത്തില്ല. അപ്പം നമ്മൾ ദൈവത്തെ അറിയാമെന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം എന്താ? അപ്പം നമ്മൾ ദൈവത്തെ അറിഞ്ഞെന്നുള്ള തെളിവാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവനാരാ? കള്ളനാ. നമ്മൾ ഈ അന്ത്യകാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടത്തെക്കുറിച്ച് തീത്തോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, തീത്തോസ് ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അറിയാത്തവരല്ല, അറയ്ക്കത്തക്ക വരും. അപ്പൊ ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവർ ദൈവത്തെ അറിയുന്നു പറയും, ദൈവത്തിന്റെ കൽപ്പനകളൊന്നും പ്രമാണിക്കുന്നില്ല. അവരുടെ പ്രവൃത്തി എങ്ങനെ ഉള്ളതാ? അവർ അറയ്ക്കത്തക്കവരും, അല്ലേ? അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അനുസരണം കെട്ടവരും, യാതൊരു നല്ല കാര്യത്തിനും കൊള്ളാത്തവരുമാകുന്നു. ഈ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവ ഇഷ്ടമാണ്. നല്ലത് എന്തെന്ന് ഉള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇവർ ചെയ്യുന്ന സ്വന്തം ഇഷ്ടം, അതാ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരാത്തവരുമാണെന്ന്. അപ്പം നിത്യജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നിത്യജീവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താ നിത്യജീവൻ? എന്നേക്കുമുള്ള ജീവൻ, അതാണോ നിത്യജീവൻ? നമുക്കറിയാം നരകത്തിലും എന്തുണ്ട്? ഒരു നിത്യജീവനുണ്ട്. അവിടെ ചെല്ലുന്നവരും എന്നേക്കും ജീവിക്കുന്നവരാ. അവരെന്നേക്കും ദണ്ഡനം സഹിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിത്യജീവൻ എന്ന് പറയുന്നത്, നിത്യജീവന്റെ പ്രത്യേകത അതിന് ആദിയുമില്ല അവസാനവും ഇല്ല എന്നുള്ളതാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ആദിയില്ല അവസാനവും ഇല്ല. ആ ജീവൻ എവിടാ ഉള്ളത്? അത് ദൈവത്തിലേ ഉള്ളൂ. അപ്പം ദൈവം എന്ന് പറയുമ്പം അവൻ ആദിയില്ല അന്തവുമില്ല എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നിത്യജീവൻ എന്ന് പറയുമ്പം ഈ ദൈവത്തിലുള്ള ജീവനെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? കർത്താവ് ആ നിത്യജീവൻ നൽകാനായിട്ടാണ് വന്നേ. അതിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ പ്രായോഗിക തലത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് കാര്യങ്ങളെ വിശദീകരിച്ചിരിക്കുന്നത്. കൊരിന്ത്യരിൽ നമ്മളിങ്ങനെ വായിക്കുന്ന, ഒരു ക്രിസ്തുവിലായാൽ, അല്ലേ? ഒരാൾ ക്രിസ്തുവിലാകുന്നതോടുകൂടി അവൻ എന്തുണ്ട്? കാരണം ആ ക്രിസ്തുവിലുള്ള ജീവൻ അവന് പങ്കാളിയായി തീരുക. പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് എഴുതുമ്പം 2 പത്രോസ് ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, 1-ാം അധ്യായത്തിലെ 2 പത്രോസ് 1-ന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ദിവ്യ സ്വഭാവം. നിത്യജീവൻ എന്ന് പറയുമ്പം ദിവ്യ സ്വഭാവം, ദൈവത്തിൻ്റെ സ്വഭാവമാണ് അത്. അപ്പം നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ നമ്മൾ ആ സ്വഭാവത്തിന് പങ്കാളികളെ ഇവിടെ ചെയ്യുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയ അതിമുഖത്ത വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പം ഈ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ പങ്കാളികളാകുന്നത്, അതിൻ്റെ എതിർവശത്ത് എന്താ സംഭവിക്കുന്നത്? ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ടാണ് ഈ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുന്നത്. ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം എന്ന് പറയുമ്പോൾ എന്താ? ലോകം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടെങ്കിലും നമുക്കതിനെക്കുറിച്ചൊരു ആന്തരികമായൊരു വ്യക്തത വന്നിട്ടില്ല. എന്തൊക്കെയാ ലോകം? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അപ്പം ഈ ജഡമോഹം എന്നുള്ളത് നമ്മളിലുള്ള കാര്യമാണ്. അപ്പം നമ്മൾ അത് വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന്
അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതളവിൽ നമ്മൾ ഈ ജഡത്തിൻ ഉള്ള കാര്യങ്ങളെ എന്ന് നമ്മുടെ മനസ്സ് പറിച്ചെടുത്ത് ആത്മാവിലുള്ള കാര്യങ്ങൾ വെക്കുന്ന അളവിലാണ് നമ്മൾ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായിത്തീരുന്നത്. അപ്പം നമ്മൾ ഈ ദീർഘകാലത്തിന് ശേഷം, ദീർഘവർഷങ്ങൾക്ക് ശേഷം ഈ ദിവ്യ സ്വഭാവത്തിൽ എവിടേക്കാണ് നമ്മൾ പങ്കാളികളായി തീർന്നിട്ടുള്ളത്? അല്ലെ, ദിവ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഏതാ? സ്നേഹം. സ്നേഹം. നമ്മൾ ഏതളവിൽ സ്നേഹത്തിൽ പങ്കാളികളായി തീർന്നിട്ടുണ്ട്? സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്താ? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് എടുത്ത് നോക്കാം. നമ്മൾ ആ തലത്തിൽ എവിടെയെങ്കിലും ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീർന്നു? ദീർഘമായി ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദീർഘമായി ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗിക തലം എന്താ? ഇപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും, ഒന്നേ ഭാര്യ, അല്ലെ ഭർത്താവ്, അല്ലെ മക്കൾ, അല്ലെ മാതാപിതാക്കൾ ഒരേ പാപം തന്നെ ആവർത്തിക്കുന്നു, ഒരേ കാര്യം തന്നെ ആവർത്തിക്കുന്നു. അപ്പൊ ശരിക്കും ഈ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാളെന്താ ചെയ്യുന്നത്? ദീർഘമായി ക്ഷമിക്കുന്നു. വീണ്ടും 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 വീണ്ടും. അല്ലെ, ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? അന്തമില്ലാത്തൊരു ക്ഷമയാണ്. വീണ്ടും ക്ഷമ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണോ ഉള്ളത്? അതോ നമ്മളെന്താ പറയാറുള്ളത്? 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ക്ഷമിക്കാം. ഇതിങ്ങനെ ആവർത്തിച്ചാൽ ക്ഷമിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീർന്നു ഇല്ലെന്ന് എങ്ങനെ അറിയുന്നത്? നമ്മൾ തന്നെ അറിയേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ദിവ്യ സ്വഭാവത്തിന് പങ്കാളിത്തത്തോട് നമ്മൾ ചേരുന്നുണ്ടോ എന്ന് അറിയുന്നത് ഈ പറഞ്ഞ വീണ്ടും വീണ്ടും ക്ഷമിക്കാനുള്ള ശോധനയുടെ നടുവിൽ നമ്മളായിരിക്കുമ്പോഴാണ്. അല്ലേ? നമ്മൾ ആദ്യമൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം തന്നെ ക്ഷമിക്കുകയല്ല, കോപിക്കും, പൊട്ടിത്തെറിക്കും, പരാതി പറയും, വായി തോന്നുന്നതൊക്കെ പറയും. ഇന്ന് നമുക്ക് വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു മനോഭാവമാണ്, ഇല്ല, മനുഷ്യൻ്റെ ഒരു ചിന്താഗതി ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ട്. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും കിടക്കണം, ഇങ്ങോട്ടും കിടക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പ്രായോഗിക ജീവിതത്തിൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മളെ സംബന്ധിച്ച്? ഇപ്പം നമ്മൾ പറയുന്ന ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചു കൂടിയാൽ ഒരേ മനോഭാവത്തിലുണ്ടെങ്കിലേ നമുക്ക് ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളെ തീരാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയാണ് നമുക്കുള്ളത്. ദൈവീയ പ്രവൃത്തി അങ്ങനല്ല. അതിന് തെളിവാണ് കർത്താവ്. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പം ഈ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് യോഹന്നാൻ ഇങ്ങനെ എഴുതിയത്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗിക അർത്ഥം എന്താ? പ്രാക്ടിക്കലായിട്ടുള്ള അർത്ഥം എന്താ? വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എതിർവശത്തു നിന്നെല്ലാം ഇങ്ങോട്ട് വെറുപ്പും പകയും വിദ്വേഷവും കയ്പും ഇതൊക്കെ വരുന്നു. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് മാത്രമേ ഉള്ളൂ? ക്ഷമയും കരുണയും ദോഷം കണക്കിടാത്ത മനോഭാവവും അനുഗ്രഹിക്കുന്ന മനോഭാവമൊക്കെ ഉള്ളൂ. അതാ പറഞ്ഞ ഈ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്ന ഇരുളോ അതിനെ പിടിച്ച് നമ്മളെന്താ പറയുന്നത്? ഭയങ്കര ഇരുളാ, അതുകൊണ്ട് എനിക്ക് പ്രകാശിക്കാൻ ഇല്ലേ. ഭാര്യ ഭയങ്കര ഇരുട്ടാന്ന പല ഭർത്താക്കന്മാരും പറയുന്നു. എപ്പോഴും മത്സരിക്കുകയും ശാഠ്യം കാണിക്കുകയും അതും ഇതും പറയുകയും പിറുപിറുക്കുകയും, അതുകൊണ്ട് എനിക്ക് പ്രകാശിക്കാൻ കഴിയുന്നില്ലെന്നുള്ള. അതിന് യഥാർത്ഥം എന്താ? ഇരുട്ട് നമ്മളിലാണ് ഉള്ളത്. നമ്മളിലും ഇരുട്ട്. നമ്മൾ വെളിച്ചമാണെങ്കിൽ അതെവിടെയാണ് പ്രകാശിക്കുന്നത്? ഇരുളിലാണ്, ഇല്ലേ? നമുക്കറിയാം. ഇപ്പം നമ്മൾ ഇത്രയും ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നത് ഈ നല്ല പകൽ സമയത്ത്. ഇവിടെ ഇത്രേ വെളിച്ചുള്ളൂ. പക്ഷെ ഇത് രാത്രിയാണെങ്കിലോ ഈ വെളിച്ചത്തിന് എത്രയോ മടങ്ങ് പ്രകാശം ഉണ്ടായിരിക്കും. അപ്പം പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പം ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തമാണ്. അതിനു വേണ്ടിയിട്ട് ദൈവം നമുക്ക് നൽകിയ ഒറ്റ വാക്തത്വം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാകുന്നു അവൻ നമുക്കൊന്ന് വാക്തത്വം, നിത്യജീവൻ തന്നെ. യോഹന്നാൻ അപ്പോസ്തലൻ അങ്ങനെ എഴുതി. അപ്പം നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ള ബന്ധത്തിൽ അവിടെ നമ്മൾ പത്രോസിൽ വായിക്കുന്നത്, അവയാൽ അവൻ നമുക്ക് വലിയേറിയതും അതിമഹത്വമായ വാക്തത്വം തന്നിരിക്കുന്നല്ല, വാക്തത്വങ്ങളും തന്നിരിക്കുന്നു. തന്നിരിക്കുന്ന ഏക വാക്തത്വം നിത്യജീവനാണ്. ആ നിത്യജീവന്റെ പങ്കാളിത്തത്തിന് വേണ്ടിയിട്ട് ദൈവം ഒത്തിരിയേറെ വാക്തത്വങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വാക്തത്വങ്ങൾ നമ്മൾ കൈവശമാക്കുന്ന വഴിയാണ് ഈ ലോകത്തിൻ്റെ മോഹത്താളുടെ നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യസ്വഭാവത്തിന് പങ്കാളികളായിത്തീരുന്നത്. പ്രായോഗിക തലത്തിൽ നമ്മളെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്നൊരു വിളക്ക് പോലെ ആക്കിയിരിക്കുന്നത്. ചുറ്റുപാട് മുഴുവൻ അന്ധകാരമാണ് എന്ന് പറഞ്ഞാൽ എന്താ? കോപവും കയ്പും വെറുപ്പും പകയും വിദ്വേഷവും. അതിൻ്റെ മധ്യത്തിൽ നമ്മളൊരു വെളിച്ചമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം നമ്മൾ ആത്മീയമായിട്ട് വളരും തോറും ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഈ വിശ്വാസികളെന്ന് പറയുന്ന ചില ആൾക്കാരെ സംബന്ധിച്ച് പോലും ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തിന്മകളും അവർ പെട്ടെന്നറിയും.
അത് മാത്രമല്ല, അത് അറിയുക മാത്രമല്ല, അത് പരത്താനായിട്ട് ഒരു വളരെ വിദഗ്ധരാണ്. തമ്മി കാണുന്ന ഉടനെ നിങ്ങൾ അറിഞ്ഞോന്ന് ചോദിച്ചാൽ തുടങ്ങുന്നത്. നമ്മളോട് എന്തറിയാനാ പറഞ്ഞ്? നിങ്ങൾ തിന്മയ്ക്ക് ശിശുക്കളും നന്മയ്ക്ക് മുതിർന്നവരുമായിരിക്കും എന്ന് പറഞ്ഞാൽ, തിന്മ കേൾക്കുന്ന കാര്യത്തിലും പരത്തുന്ന കാര്യത്തിലും നമ്മൾ ശിശുക്കളായിരിക്കണം. പക്ഷെ നമ്മുടെ സ്വഭാവം എങ്ങനെയാ അല്ലേ? ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തിന്മകളെക്കുറിച്ചും വളരെ പെട്ടെന്ന് നമ്മൾ അറിയും. പക്ഷെ നമ്മൾ ആത്മീയമായിട്ട് വളരും തോറും നമ്മുടെ ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദന വരുമ്പം നമ്മൾ ആ തിന്മകൾ അറിയത്തില്ല. ആ തിന്മയെ അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്താ നേട്ടമുള്ളത്? എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരു നേട്ടവും ഇല്ല. നേട്ടമില്ലെന്ന് മാത്രമല്ല, പിന്നെ എന്താ ഉള്ളത്? ഈ തിന്മയുടെ അറിവ് നമ്മളെ എന്താക്കും? നമ്മുടെ ഉള്ളിലും ഒരു പരിധി വരെ അശുദ്ധി കൊണ്ടുവരും. നമ്മൾ ഏതളവിൽ തിന്മ അറിയാതിരിക്കുന്ന അളവിൽ നമ്മൾ ശുദ്ധിയിൽ വളരുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മളത് കേട്ട കാര്യം യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൽ അങ്ങനത്തെ ഒരു സംഭവം കേട്ടാൽ എന്താ ചെയ്യേണ്ടേ? അത് കുഴിച്ചിടുക വേണ്ടിയേ. അത് കുഴിച്ചിടുക വേണ്ടി. ആ തിന്മയെ നമ്മൾ എന്ത് ചെയ്യണം? കുഴിച്ചിടണം. നമ്മളിൽ നിന്ന് അതാരും കേൾക്കാൻ ഇടവരരുത്. ശരിക്കും സാത്താൻ ആഗ്രഹിക്കുന്നത് എന്താ? ഈ തിന്മയെക്കുറിച്ചുള്ള അറിവ് മനുഷ്യന് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു പങ്കാളിത്തം ഏറ്റെടുക്കാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ വായിൽ നിന്ന് അതാരും കേൾക്കാൻ ഇടവരരുത്. അത് നമ്മൾ കൊണ്ട് അവസാനിക്കണം. ഇപ്പം ഈ നമുക്കറിയാം, ചിലരൊക്കെ ഉണ്ട്, അവരുടെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ അടുത്ത പറമ്പിൽ കൊണ്ടിടും. അവരെടുത്തിട്ടാണ് എടുക്കും, അടുത്ത പറമ്പിലോട്ടിടും എന്ന് പറഞ്ഞ പോലെയാ ഈ സമൂഹത്തിലെ തിന്മകൾ ചിലർ നമ്മുടെ ചെവി കൊണ്ടിടുക. നമ്മളത് കേട്ടിട്ട് രുചി പിടിച്ചിട്ട് നമ്മൾ അടുത്ത ആളുടെ ചെവി കൊടുക്കാനായിട്ട് ഓടുക. ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടേ? ആ തിന്മയെ അല്ലെങ്കിൽ ആ അഴുക്ക് അവിടെ വെച്ച് നശിപ്പിച്ച് കളയണം. ആ ഒരു പരിധി വരെ നമുക്ക് ആ തിന്മയുടെ വ്യാപനം തടയാനായിട്ട് കഴിയും. ഇത് അറിയുന്ന വഴി നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ? നമ്മളിൽ വീണ്ടും അശുദ്ധ ചിന്തകൾ വരും, തിന്മയുടെ ചിന്തകൾ വരും. നമ്മൾ കൂടുതൽ ദുഷിക്കാനായിട്ട് നമ്മുടെ ആന്തരിക തലത്തിൽ ദുഷിപ്പുണ്ടാകും. ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ തടയാനായിട്ട് പറ്റും. നമ്മൾക്ക് കൊണ്ട് തന്ന കാര്യം എന്ത് ചെയ്യാൻ? നമുക്ക് ഒന്നുകിൽ കേൾക്കാതിരിക്കാം, ഇനി കേട്ടുപോയെങ്കിലോ അതിനെ അവിടെ കൊണ്ട് കുഴിച്ചിടാം. പിന്നെ അതാരും അറിയാൻ ഇടവരരുത്. പഴയകാലത്ത് ഇങ്ങനൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ദൂഷണം പരത്തരുത്. പരത്തുന്നത് എങ്ങനെ? ഇതെങ്ങനെ പരക്കുന്നത്? നമ്മളിലൂടെയാ ഇല്ലേ? നമ്മൾ ആ ദൂഷണം മറ്റൊരാളോട് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? ദുർവർത്തമാനം പരത്തരുത് എന്നാണ്. ദൂഷണമല്ല, ദുർവർത്തമാനം. ഈ ദുർവർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായിട്ടുള്ള എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള വർത്തമാനം നമ്മളോട് പറയുന്നത് പരത്തരുതെന്നാണ് പറയുന്നത്. പിന്നെന്ത് ചെയ്യണം? അത് കുഴിച്ചു മൂടണം. ഇപ്പം നമ്മളെല്ലാവരും അങ്ങനത്തെ നിലപാടെടുത്തിട്ടുണ്ട്. ഈ ദുർവർത്തമാനം അത്രയും നമുക്ക് പരത്താതിരിക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ ആന്തരിക ജീവനിൽ ഈ പറഞ്ഞ ദൈവിക സ്വഭാവത്തിലേക്ക് ഒരു വളർച്ചയില്ലാത്തതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ദൈവജനം പറയുന്നതിനേക്കാൾ ഇഷ്ടം എന്താ? ഇത് പരത്താനായിട്ടാ അല്ലേ? ഒരാളെ കണ്ടാൽ നമ്മൾ നിന്നേ ദൈവജനം ഇങ്ങനെ പറയുന്നെന്ന് പറയുമോ? പറയുകയില്ല. പിന്നെ നമ്മളെന്നാ ഇത് കേട്ടാലോ, നിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളിത് അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് അതങ്ങോട്ട് പറയാൻ തുടങ്ങും. അത് കാണിക്കുന്നത് എന്താ? നമ്മുടെ ആന്തരിക തലത്തിൽ ഈ പറഞ്ഞ ദൈവത്തെങ്കിലേക്കുള്ള ഒരു തിരിവ്, ഒരു മാനസാന്തരം നടന്നിട്ടില്ലെന്നുള്ള. നമ്മൾ ദൈവത്തെ അറിയുന്നെന്ന് പറയുന്നുവെങ്കിലും നമ്മുടെ പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട്, സംസാരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിന്തിച്ചു വന്നൊരു കാര്യം, ഒന്ന് ദൈവം നമ്മളെ അറിയുന്നു, നമ്മൾ ദൈവത്തെ അറിയുന്നു. അപ്പം ദൈവത്തെ അറിയുന്നുള്ളതിന് തെളിവെന്താ? അവനെ അറിഞ്ഞിരിക്കുന്നു പറയുകയും. അപ്പം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ഇനി അങ്ങനെ കൽപ്പന പ്രമാണിക്കാതിരിക്കും, അനുസരിക്കാതിരിക്കുമ്പോൾ നമ്മൾ ആരാന്നാ പറഞ്ഞേ? കള്ളനാണ്. അപ്പം ദൈവം അറിഞ്ഞതിനെക്കുറിച്ച് പറയുന്ന 1-2 ഭാഗങ്ങളുണ്ട്. നമ്മൾ ദൈവവചനത്തിൽ അത് വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 33 മോശയോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. 33 17-ാമത്തെ വാക്യം, 17-ാം വാക്യം. യഹോവ മോശയോട് ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. മതി.
അപ്പോൾ അവിടെ ദൈവം മോശയോട് പറയാം, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അബ്രഹാമിനോടും പറയുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഉം 22:12 ഉം 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 ആ എപ്പോഴാ ദൈവം അത് പറയുന്നത്? അബ്രഹാമിനോട് ഒരു കൽപ്പന കൊടുത്തു, നീ നിന്റെ മകനെ ഏകജനായ ഇസാക്കിനെ തന്നെ മോറിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞു. അബ്രഹാം അതനുസരിച്ച് ഒരു യാഗപീഠം പണിത് വിറകടുക്കി തൻ്റെ മകനെ കയ്യും കാലും കെട്ടി അതിന്മേ കിടത്തി വെട്ടാൻ വാളെടുത്ത് ഓങ്ങുമ്പോഴാണ് പറഞ്ഞു, അരുതെന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ദൈവത്തിന് എല്ലാത്തിനെ അറിയത്തില്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ചില പ്രത്യേകതകളുണ്ട്. നമുക്ക് ഇപ്പം നമ്മളിവിടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഈ ചർച്ചിലോ എല്ലാവരെയും ഒരാൾ ചോദിക്കുക അറിയാവുന്ന ചോദിച്ചാൽ നമ്മളെന്താ പറയും? പിന്നെ അറിയാവുന്ന എന്നാ ചോദ്യമാണെന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് എന്താ പരസ്പരം അറിയാവുന്നത്? എന്താ? ഇപ്പം നമുക്ക് നമ്മുടെ ഭാര്യയെ അറിയാവും, എൻ്റെ ഭർത്താവിനെ അറിയാവും. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം നടന്നു. 3 കുഞ്ഞുങ്ങളുള്ള ഒരു മാതാവ്, മൂത്ത മോൾക്ക് 18 വയസ്സുണ്ട്, എൻ്റെ ഇളയ കുഞ്ഞ് 10ൽ പഠിക്കുന്ന എൻ്റെ ഇളയൊരു ആൺകുഞ്ഞ്. ഒരു ദിവസം രാത്രി 3 മണിയായപ്പം കാണാനില്ല. 65 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ കൂട്ടത്തിൽ പോയി കളഞ്ഞു. അപ്പോൾ ഭർത്താവിന് ആ ഭാര്യ അറിയാമായിരുന്നു ഇല്ലേ? ദീർഘവർഷങ്ങൾ ഒരു 10-20 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടും ഭാര്യയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അറിയാമെന്ന് ചോദിച്ചാൽ ഇതാരാന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യയാന്ന് പറയും. പക്ഷെ ഭാര്യയെക്കുറിച്ച് എന്താ അറിയാവുന്നത്? ഒന്നും അറിയത്തില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മളോടും ചോദിച്ചാൽ ദൈവത്തെ അറിയാമെന്ന് നമ്മൾ എന്നാ പറയും? പിന്നെ ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന എന്നോടാണോ ചോദിക്കുന്നത് അല്ലേ? പക്ഷേ നമുക്കെന്താ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത്? ആ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങും. എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ അറിയുന്നു എന്ന് പറയുമ്പം എങ്ങനെ ദൈവം നമ്മളെ അറിയുന്നേ? ഇപ്പം നമ്മൾ 2 കാര്യങ്ങൾ വായിച്ചു. 2 തീമോഥെയോസിലെ 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ 2 തീമോഥെയോസ് 2:19 നമ്മളിങ്ങനെ വായിക്കുന്നത് അത് തന്നെ നിലനിൽക്കുന്നു. അതിൻ്റെ മുദ്ര. അപ്പം കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ എന്ത് ചെയ്യണം? അനീതി വിട്ട് അല്ലെ പാപം വിട്ട് അകലണം. അപ്പോൾ ദൈവത്തെ ഒരാൾ അറിഞ്ഞതിൻ്റെ തെളിവെന്താ? പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കും, വിട്ടകന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പാപം വിട്ടകലാതിരിക്കുകയും ദൈവത്തെ അറിയുന്നെന്ന് പറയുകയും ചെയ്യുമ്പം നമ്മളാരാ? കള്ളൻ. നമ്മൾ കള്ളനാണ് എന്നുള്ള കാര്യം അസത്യം. അപ്പം നമ്മൾ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പിതാവിനെയും പുത്രനെ അറിയുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ പിതാവിനെ അറിയുന്ന ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? അല്ലെ പുത്രനെ അറിയുന്ന ഒരാൾ എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തെ അറിയും തോറും പാപം വിട്ട് അകലും. പാപം വിട്ട് അകലുക എന്ന് പറഞ്ഞാൽ എന്താ? ആ കാര്യം നമ്മൾ വ്യക്തം. കോപം വിട്ടകലാൻ തുടങ്ങും, മോഹം വിട്ടകലും, പരദൂഷണം വിട്ടകലും, ദുർമോഹങ്ങൾ വിട്ടകലും, അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാൻ തുടങ്ങും, കീഴടങ്ങാൻ തുടങ്ങും, നമ്മളെ തന്നെ താഴ്ത്താൻ തുടങ്ങും. അതൊന്നും ചെയ്യാതിരിക്കുകയും ദൈവത്തെ അറിയുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താ? അതൊരു വഞ്ചനയാണ്. അപ്പം നമ്മളൊരാൾ ദൈവത്തെ അറിഞ്ഞു എന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ? അയാൾ മാനസാന്തരപ്പെട്ടെന്ന് പറയുന്നതുകൊണ്ടോ സ്നാനപ്പെട്ടെന്ന് പറയുന്നതുകൊണ്ടോ ഒന്നും അല്ല. പിന്നെ എപ്പോഴാ? അയാൾ പാപം വിട്ട് അകലാൻ തുടങ്ങുമ്പോഴാണ്. അയാളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ
അറിഞ്ഞിട്ടില്ല. അപ്പം ദൈവത്തെ അറിഞ്ഞതിൻ്റെ ലക്ഷണം എന്താ? പിന്നെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് നമ്മൾ വായിക്കാറുണ്ട് അല്ലേ? എന്താ ദൈവത്തോടുള്ള സ്നേഹം? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 5-ന്റെ 3. 1 യോഹന്നാൻ അപ്പം ദൈവത്തെ സ്നേഹിക്കുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ കൽപ്പന എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അപ്പം ദൈവത്തെ അറിഞ്ഞ ഒരാളല്ലേ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾ എന്താ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കും. അപ്പോൾ അവൻ്റെ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു പറയുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കള്ളനാ. സത്യം അവനിൽ ഇല്ല. സത്യം ഇല്ലാത്തടത്ത് എന്താ ഉള്ളത്? പോഷ്ക്ക്. എങ്ങനെ നമ്മുടെ ഒരാളെ അറിയുന്നേ? ഇങ്ങനെ തന്നെയാണ്, ആളുടെ സ്വഭാവം കണ്ടിട്ടാ. അപ്പം ദൈവത്തെ അറിഞ്ഞ ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം പെട്ടെന്ന് മാനസാന്തരപ്പെടും. തൻ്റെ പാപത്തെ ന്യായീകരിക്കത്തില്ല. വീണുപോയാൽ, പരാജയപ്പെട്ടാൽ പെട്ടെന്ന് മാനസാന്തരപ്പെട്ടിട്ട് എന്തു ചെയ്യും? അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. അറിയാത്ത ഒരാളുടെ ലക്ഷണം എന്താ? തൻ്റെ പാപത്തെ ന്യായീകരിക്കും. ഞാൻ പാപം ചെയ്തതിന് ശേഷം എൻ്റെ പാപത്തെ ന്യായീകരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇപ്പം യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് വ്യക്തമാകേണ്ടതല്ലയോ. ഇപ്പം നമ്മളൊരു മീറ്റിങ്ങിൽ, ഒരു സഭയിൽ ഒന്നിച്ചായിരിക്കെ തന്നെ എല്ലാവരും ദൈവത്തിനുള്ളവരല്ല. നമ്മളൊന്നിച്ച് കർത്താവ് പറഞ്ഞു, എൻ്റെ അപ്പം തിന്ന എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്ക് നേരെ കുതികാലുയർത്തിയിരിക്കുന്നു. കർത്താവിനോടൊപ്പം നടന്ന്, കർത്താവിനോടൊപ്പം പ്രവർത്തിച്ച്, കർത്താവിൻ്റെ അപ്പം തിന്ന യൂദയാണ് അവസാന നിമിഷം എന്ത് ചെയ്ത് കർത്താവിനെതിരെ ഒരു കുതികാല് ഉയർത്തി എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു സഭയിലായിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ്? യൂദ വെളിച്ചത്തിൽ നടന്നില്ല എന്നുള്ളതാണ് അല്ലേ? കർത്താവ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം ധനമോഹത്തെക്കുറിച്ചായിരുന്നു, നിരന്തരമായിട്ട്. പക്ഷേ അതെല്ലാം കേട്ടിട്ടും യൂദയ്ക്ക് വല്ല മാറ്റവും വന്നോ? ഇല്ല. യൂദ എന്നിട്ട് കർത്താവിനെ തൈലം പൂശിയ ആ സ്ത്രീയോടുള്ള ബന്ധത്തിൽ പോലും അവളെ കുറ്റപ്പെടുത്തി ഇല്ലേ? കർത്താവ് എന്താ പറഞ്ഞേ? അവളെൻ്റെ ശവസംസ്കാരത്തിനായിട്ടാണ് ഇത് ചെയ്തത്. ദരിദ്രർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, എപ്പം വേണമെങ്കിലും ചെയ്യാമല്ലോ. ഈ ദരിദ്രരെക്കുറിച്ചുള്ള വിചാരം കൊണ്ടല്ല യൂദ ഇത് പറഞ്ഞു. പിന്നെന്താ? 300 വെള്ളിക്കാശ് തൻ്റെ സഞ്ചിയിൽ വീഴുമായിരുന്നു, അതിൽ നിന്ന് കുറച്ച് മൂട്ടിക്കാന്നുള്ള വിചാരത്തിൽ. അത്രയും മൂട്ടിക്കാം എന്ന് പറഞ്ഞ പോലെ നിരന്തരമായിട്ട് 3.5 വർഷം കർത്താവിനോടൊപ്പം ആയിരുന്നു. ഈ ദൈവവചനം കേട്ട് യൂദയ്ക്ക് ഇതെല്ലാം കേട്ടു, പക്ഷെ അവൻ്റെ ഹൃദയം രൂപാന്തരപ്പെട്ടില്ല. അവസാന നിമിഷം നമ്മളിങ്ങനെ വായിക്കുന്ന, സാത്താൻ യൂദയിൽ കടന്നു എന്നാണ് വായിക്കുന്നത്. അവനിങ്ങനെ കെണിയൊരുക്കി. നമ്മൾ മാനസാന്തരത്തിൻ്റെ തലത്തിൽ ചർച്ചയിലിരിക്കുകയും മാനസാന്തരത്തിൽ തുടരാതിരിക്കുകയും ചെയ്യുന്നിടത്ത് സാത്താൻ ഏത് നിമിഷവും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുക. അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ അവനാ നമ്മളെ നിയന്ത്രിക്കുന്നത് ഇല്ല? അതാ സംഭവിച്ചു. അങ്ങനെ അവന് പ്രവേശിച്ചു, ഒറ്റിക്കൊടുത്തു, പോയിട്ട് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു ഇല്ല? നമ്മളങ്ങനെ വായിക്കുന്നു. അപ്പം നാം ഭയപ്പെടേണ്ട ഒരു കാര്യം ഇതാ, നമ്മൾ നിരന്തരമായിട്ട് ദൈവവചനം കേൾക്കുകയും ഈ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസമായിട്ട് പരിണമിക്കുകയും ചെയ്യാതിരിക്കുന്നിടത്ത് നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അവരെ പോലെ നാം ഒരു സദ്വർത്താനം കേട്ടവരാണ് എങ്കിലും കേട്ടവരിൽ വിശ്വാസമായിട്ട് പരിണമിക്കായാൽ അതവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പം നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസമായിട്ട് വരുന്നുണ്ടോ? അപ്പം നമ്മൾ ദൈവത്തിങ്കൽ വരുമ്പോൾ എന്താ പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൽ നിന്ന്? അല്ല, നമ്മൾ എന്തിനാണ് ദൈവത്തിങ്കിലേക്ക് വന്നേ? ഇന്ന് പലരും ദൈവത്തിങ്കിലേക്ക് വരുന്നത് എന്തിനാ? സാമ്പത്തികമായിട്ട് കുറച്ച് നന്മയൊക്കെ കിട്ടണം, രോഗത്തിൽ നിന്നുള്ള സൗഖ്യമൊക്കെ കിട്ടണം, ഭൗമികമായിട്ടുള്ള അനുഗ്രഹം പ്രതീക്ഷിച്ചാണ് വരുന്നത്. നമ്മളോട് തന്നെ ചോദിച്ചു, എന്തിനാ ഞാൻ കർത്താവിൻ്റെ പിന്നാലെ വന്നിരിക്കുന്നത്? എന്തിനാ?
എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം അത്. എന്തിനാണ് ഞാൻ ഈ കർത്താവിനെ അനുഗമിക്കുന്നത്? ഞാൻ കർത്താവിനെ അന്വേഷിക്കാനുള്ള കാര്യം പറയാം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിട്ട്. ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് മടുത്ത് എങ്ങനെയും ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ദൈവത്തെ അന്വേഷിച്ച്. കർത്താവ് വന്നത് അതിനു വേണ്ടി തന്നെയാണ്. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. നമ്മൾ അതിനു വേണ്ടിയിട്ടാണോ കർത്താവിൻ്റെ അടുക്ക വന്നിരിക്കുന്നത്? അതോ എന്തെങ്കിലുമൊക്കെ ഭൗമിക നന്മകൾ കിട്ടാനാണോ? കർത്താവിനെ അങ്ങനെ അനുഭവിച്ച് ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരിക്കൽ 5 അപ്പം കൊണ്ട് 5000 പേരെയൊക്കെ പോഷിപ്പിച്ചതിന് ശേഷം കർത്താവിനെ അന്വേഷിച്ച് ജനക്കൂട്ടം, നീ എവിടെ പോയി, ഞങ്ങൾ നിന്നെ എവിടേക്കോ അന്വേഷിച്ചെന്നൊക്കെ പറഞ്ഞ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായോണ്ട് എന്നെ അന്വേഷിക്കുന്നു. നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നിത്യജീവനല്ല, പിന്നെന്താ? അപ്പം തിന്ന് തൃപ്തി എന്ന് പറഞ്ഞാൽ ഭൗമികമായ ചില നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ വരുന്നത്? ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്ന കോപത്തിൽ നിന്നും, ദുർമോഹത്തിൽ നിന്നും, കയ്പിൽ നിന്നും, വെറുപ്പിൽ നിന്നും, പകയിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, ദൂഷണത്തിൽ നിന്നും, വ്യാജത്തിൽ നിന്നും, കാപട്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണോ? അതോ നമുക്ക് ഭൗമികമായിട്ട് നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സുഖകരമാക്കാനായിട്ടാണ്? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഈ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പം നമ്മുടെ ലക്ഷ്യം തെറ്റാണെങ്കിൽ നമുക്ക് ഈ വചനം ഒന്നും മനസ്സിലാകത്തില്ല. നമ്മുടെ ഉദ്ദേശം ശരിയല്ലെങ്കിൽ നമ്മൾ കേൾക്കും, പക്ഷെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉപകാരമായിട്ട് വരത്തില്ല. അപ്പം നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്ന് ഉറപ്പാക്കണം, ദൈവം നമ്മളെ അറിഞ്ഞു എന്നും ഉറപ്പാക്കണം. നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ടോ ഞാൻ ദൈവത്തെ അറിഞ്ഞു? അപ്പം ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന ഒരാളുടെ പ്രധാന ലക്ഷണം, അവൻ പാപം വിട്ട് അകലാൻ തുടങ്ങും. പാപത്തോട് കൂടുതൽ അകൽച്ച പാലിക്കാൻ തുടങ്ങും. ജഡത്തിലുള്ള മോഹങ്ങളോട്, ജഡത്തിലുള്ള ഇച്ഛകളോട്, ആഗ്രഹങ്ങളോട്, ലോകത്തിലുള്ള താല്പര്യങ്ങളോട്. അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു ഗലാത്യ ലേഖനത്തിൽ, അവനാ ലോകം എനിക്കും ഞാൻ ആ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. ലിവിങ് വേൾഡ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവനാൽ ലോകത്തിന് എന്നിലുള്ള താല്പര്യങ്ങളും എനിക്ക് ലോകത്തിലുള്ള താല്പര്യങ്ങളും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ലോകത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യമായിട്ട് ജഡത്തില. ഇന്ന് നമുക്ക് ജഡത്തിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യമുണ്ടോ? നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കി. കോപിക്കാനുള്ള താല്പര്യം നമുക്കുണ്ടോ? അതോ അയ്യോ എനിക്ക് കോപിക്കണ്ടെന്നുള്ളൊരാഗ്രഹമാണോ നമുക്കുള്ളത്? പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭൂരിപക്ഷം പേരും കോപിക്കരുതെന്നൊരാഗ്രഹമുള്ളവരല്ല, മോഹിക്കരുതെന്നൊരാഗ്രഹം ഉള്ളവരല്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എതിർത്ത് നിൽക്കും. അതിനോട് എതിർത്ത്. എങ്ങനെയാണ് നമ്മൾ കോപത്തോട് എതിർത്ത് നിൽക്കുന്നത്? എങ്ങനെയാണ് കോപത്തോട് എതിർത്ത് നിൽക്കുന്നത്? നമ്മൾ പരമാവധി കോപിക്കാതിരിക്കാൻ ശ്രമിക്കും. നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ? നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് അല്ലെ? നമ്മുടെ ജഡത്തിലുണ്ട് ഇതെല്ലാം. നമ്മൾ എന്ത് ചെയ്യല? നമ്മുടെ മനസ്സ് ആ കാര്യത്തിന് വിട്ടുകൊടുക്കുകയല്ല. നമ്മുടെ മനസ്സ് അതി വെക്കത്തില്ല. എപ്പോഴാണ് നമ്മൾ കോപിക്കുന്നത്? നമ്മൾ കോപിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാളോട് നമ്മൾ കോപിക്കുന്നുണ്ട്, ആ ആളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ചിന്തകളിൽ ദൈവത്തിന് വിരുദ്ധമായ ഒത്തിരി ചിന്തകൾ കാണും. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് കോപിക്കുമോ? കാണുന്ന ഉടനെ നിന്ന് കോപിക്കുക ആരോടേലും? എന്തുകൊണ്ടാണ് കോപിക്കുക? നമ്മൾ അയാളുമായിട്ട് ഒന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന പരസ്പരം എന്തില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. അതേസമയം ചിലപ്പം ഒരു ദിവസം 2 ദിവസം കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ കോപിച്ചെന്നിരിക്കും. കാരണം നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് പലതും ആ ആളിൽ കാണുന്നു, ആ ആളിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മളിൽ കാണുന്നു, കോപിക്കും. അല്ലാണ്ട് നമ്മൾ കോപിക്കത്തില്ല. കോപിക്കുന്നതിന് മുമ്പ് എന്തുണ്ട് നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്? പാപം ചെയ്യുന്ന ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടിയാലാകുന്നു. മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. അപ്പം നമ്മുടെ മനസ്സിൽ ചിന്തകളിലാണ് ഈ വിത്തിടുന്ന സാത്താൻ. അപ്പം ഞാൻ കോപത്തെ വെറുക്കുന്ന ഒരാളാണ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഇന്നലെ പഠിച്ചപ്പോൾ ചിന്തിച്ചിരുന്നു. സ്നേഹം തേടുന്നവൻ ആരെങ്കിലും ഓർക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. സ്നേഹം തേടുന്നവൻ എന്താ ചെയ്യുന്നത്? ലംഘനം മറയ്ക്കും. ഞാൻ സ്നേഹം തേടുന്ന ഒരാളാണെങ്കിൽ മറ്റുള്ളവരുടെ ലംഘനങ്ങളെ ഞാൻ എന്ത് ചെയ്യും? അവഗണിക്കും, മറയ്ക്കും.
അതേസമയം ഞാൻ മറ്റുള്ള ലംഘനങ്ങളെ എൻ്റെ മനസ്സിൽ ഓർത്ത് വെക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഞാൻ കോപിക്കും. നമ്മൾ ഈ തലങ്ങളിൽ ഒരു പോരാട്ടത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദൈവം നമ്മളെ പണിയുമ്പം ഒരു ശരീരമായിട്ട് എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? നമുക്കറിയാം, എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാൻ. അപ്പം ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതി ആഴവും ഉയരവും ഗ്രഹിക്കണ ആര് വേണം? നമുക്ക് തന്നെ ഗ്രഹിക്കത്തില്ല. അതിനെന്ത് വേണം? സകല വിശുദ്ധന്മാരോടൊപ്പം അത് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാണ് ഗ്രഹിക്കുന്നത്? ഈ സഭയ്ക്കുള്ളിലാണ് നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ആഴം അറിയുന്നത്, അല്ലേ? പ്രത്യേകിച്ച് മുതിർന്നവരോടുള്ള ബന്ധത്തിൽ ആത്മീയമായിട്ട് അവരെന്താ ചെയ്യുന്നത്? എപ്പോഴും ദീർഘമായി ക്ഷമിക്കും, അല്ലെ? വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലൊക്കെ നീ നിന്നെ തന്നെ മാതൃകയായി കാണിക്കുക. അപ്പം ആ സ്നേഹം മറ്റുള്ളവരെ അനുഭവിച്ചറിയുന്ന ഈ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ്. ഒരു തെറ്റ് ചെയ്ത് ഒരു ശകാരമൊക്കെ പ്രതീക്ഷിച്ച് അടിയൊക്കെ പ്രതീക്ഷിച്ച് ഒരു കുഞ്ഞ് പിതാവിൻ്റെ അടുക്ക വരിക എന്ന് വിചാരിക്കുക. എന്നിട്ട് തൻ്റെ തെറ്റേറ്റ് പറയുമ്പം ആ പിതാവ് ശകാരിക്കാതെ കുറ്റം പറയാതെ അടുത്ത് നിർത്തി ആശ്വസിപ്പിച്ച് ഉത്സാഹിപ്പിക്കുകയാണ്. ആ കുഞ്ഞെന്താ അറിയുന്നത്? പിതാവിൻ്റെ സ്നേഹമാണ് അറിയുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലേ നമ്മളെന്താ ചെയ്യുന്നത്? ഇല്ല, നമുക്കൊക്കെ അറിയാം എന്താ നമ്മൾ ചെയ്യുന്നതെന്ന്, ഇല്ലേ? കുത്തിന് പിടിച്ചിട്ട് ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് അടി കുറ്റപ്പെടുത്തലും, ഇല്ലേ? നമുക്ക് അതാ ആദാമി സന്തതി ആയിരുന്നപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇന്ന് ദൈവമക്കളാന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റം വല്ലതും ഉണ്ടോ? അപ്പം മറ്റുള്ളവർ നമ്മളിൽ നിന്ന് ദൈവസ്നേഹം എങ്ങനെ അറിയുന്നത്? നാം എല്ലാം വളരും തോറും പരസ്പരം ഈ സ്നേഹത്തിൻ്റെ എല്ലാവരിലും നിന്ന് ഇത് അനുഭവിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ദൈവസ്നേഹത്തെ നീളവും വീതി ആഴുയരും സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാൻ വരം നൽകണമെന്നും. നമ്മൾ ലോകത്തിൽ അതല്ല കാണുന്നത്. ലോകത്തിൽ കുറ്റപ്പെടുത്തലും ശാപവും നിന്നയും പരിഹാസവും കാണുന്നിടത്ത് സഭയ്ക്കുള്ളിൽ ദൈവം പ്രതീക്ഷിക്കുന്നൊരു കാര്യം എന്താ? ഈ സ്നേഹം അനുഭവിച്ചറിയണമെന്നുള്ളതാണ്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ സഹോദരന്മാരെ? നമുക്ക് ദീർഘമായി ക്ഷമിക്കാൻ ഒരു ആഗ്രഹമുണ്ടോ? ആദ്യം നമുക്കറിയാം നമ്മുടെ ചിന്തകളുടെ രൂപാന്തരം വരണ്ടേ. ആദാമി സന്തതിക്ക് ദീർഘമായി ക്ഷമിക്കാനുള്ള ആഗ്രഹമില്ല. അങ്ങനെ അവൻ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ എന്തേലും ചിലത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും. മിണ്ടാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതറിയാം. അപ്പോൾ നമുക്കൊരു സാമ്പത്തികത്തിൻ്റെ അത്യാവശ്യം വന്ന് വിചാരിക്കുക, നമ്മൾ ഒരാളുടെ അടുത്ത് വായ്പ വയ്ക്കാൻ ചെല്ലുക. അപ്പോൾ അയാൾ ആദ്യം കുറേ ഫള്ളൊക്കെ പറയുക, നമ്മളെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യും. നമ്മൾ വല്ലതും മിണ്ടുമോ? എന്തുകൊണ്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നത്? എനിക്ക് കാര്യം സാധിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നതെല്ലാം കേട്ടിട്ട്. അതിൻ്റെ കാരണം എനിക്ക് രൂപാന്തരം വന്നിട്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്? എനിക്ക് ആ കാര്യം സാധിക്കാനായിട്ടാണ്. പക്ഷെ ദൈവസ്നേഹത്തോടുള്ള ബന്ധത്തിൽ അങ്ങനത്തെ ഒരു കാര്യസാധ്യത്തിൻ്റെ പ്രശ്നമേ വരുന്നില്ല. ഇല്ല, നമ്മളിന്ന് കർത്താവിന് എന്ത് സാധിക്കാനാണുള്ളത്? എന്തെങ്കിലും സാധിക്കാനുണ്ടോ? യഥാർത്ഥ ദൈവസ്നേഹം അതാണ്, അല്ലേ? പാവികളായിരിക്കുമ്പോൾ തന്നെ, ക്രിസ്തുവ പാവികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കാൻ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവിടെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അല്ലേ? കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ദൈവിക സ്നേഹം എന്ന് പറയുന്നത്. അപ്പം നമ്മളും ആ ഒരു സ്വഭാവത്തിലേക്കാണ് വരേണ്ടിയത്. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങോട്ട് വരുന്നില്ല. നമ്മൾ ഒത്തിരി വ്യാജമുള്ളവരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. യോഹന്നാൻ 2 നമ്മളതാ വായിച്ച്, അവനെ അറിഞ്ഞിരിക്കുന്നു പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുന്ന കള്ളനാകുന്നു, അവനിൽ എന്തില്ല? സത്യം ഇല്ല. പിന്നെന്തേ ഉള്ളൂ? ഫോഷ്ക്ക് മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. ഈ ഫോഷ്കുള്ളിടത്ത് ആരാ? അല്ലെ ഇരുട്ടുള്ളിടത്ത് ആരാ അവിടുത്തെ രാജാവ്? സാത്താൻ. ഫോഷ്കുള്ളിടത്തോ? അവിടെ സാത്താനാ. നമ്മൾ ഫോഷ്ക്ക് പറയുന്നവരാണെങ്കിൽ അവിടെ നമ്മുടെ രാജാവ് കർത്താവല്ല, പിന്നെ ആരാ? സാത്താനാ. ആ കാര്യം നമ്മൾ സംശയിക്കരുത്. നമ്മൾ വായിക്കുന്നത് സാത്താൻ ഇടം കൊടുക്കരുത്. ഈ വിശുദ്ധിയുള്ളിടത്ത്, വെളിച്ചമുള്ളിടത്ത് സാത്താൻ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പം പിറുപിറുക്കുന്ന ഒരു ഹൃദയത്തിൽ ആരായിരിക്കുന്നത്? ദൈവമല്ല, സാത്താനാ. ഈ പിറുപിറുക്കുന്നവരുടെ ദൈവത്തിന് ഇരിക്കാൻ പറ്റത്തില്ല. അവിടെ ആർക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ? സാത്താനേ ഇരിക്കാൻ പറ്റത്തുള്ളൂ.
നമ്മൾ വായിക്കുന്നില്ല, അവർ സ്വന്തം ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ, അവർ പിറുപിറുപ്പുകാരും സ്വന്തം ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് അവരുടെ രാജാവ് സാത്താനാണ്, അവിടെ ഇരിക്കുന്ന സാത്താനാണ്. നമ്മൾ പിറുപിറുക്കുന്നവരാണെങ്കിൽ, അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ, ഇസ്രായേൽ മക്കൾ പിറുപിറുത്ത പോലെ നിങ്ങൾ പിറുപിറുക്കരുത്, മോഹിച്ച പോലെ നിങ്ങൾ മോഹിക്കരുത്. അപ്പം നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ള തെളിവ് നമ്മുടെ വാക്കുകളല്ല, അല്ലെ നമ്മൾ പറയുന്ന ഉപദേശങ്ങളല്ല, നേരെ മറിച്ച് നമ്മുടെ സ്വഭാവമാണ്. ഇപ്പം നമ്മൾ പരസ്പരം അങ്ങനെ തന്നെയാണ് തിരിച്ചറിയുന്നത്. അപ്പം നമ്മൾ ഈ വെളിച്ചത്തിൽ നടക്കുന്നവരാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇരുട്ടുള്ളവരെ തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്ന അനുസരിച്ച് നമ്മുടെ ആന്തരിക കണ്ണുകൾ കൂടുതൽ കാഴ്ചയുള്ളതായിത്തീരുന്നു. ഇപ്പം സാധാരണ നമ്മുടെ ഒരു ആശുപത്രി ചെല്ലുക, ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഡോക്ടർ ഇരിക്കാൻ പറഞ്ഞു, എന്നാ വന്നേന്ന് ചോദിക്കും ഇല്ലേ? അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം ഡോക്ടർ ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഒരു നിഗമനത്തിലെത്തും, ഇന്ന അസുഖമാണ് ഈ പുള്ളിക്ക്. ഇപ്പോൾ സാധാരണ എന്താ ചെയ്യുന്നത്, ഒരു 3 ദിവസം 5 ദിവസത്തിനുള്ള മരുന്ന് തരും, ഇത് കഴിച്ചിട്ട് വരാൻ പറയും. ഇത് കഴിച്ചിട്ട് ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും, എങ്ങനെ ഉണ്ട്, വല്ല വ്യത്യാസവും ഉണ്ടോ? അപ്പം വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? രോഗനിർണയം തെറ്റി, ഡോക്ടർ ഉദ്ദേശിച്ച രോഗമല്ല ഇത്, അപ്പം മരുന്ന് മാറിത്തരും. അങ്ങനെയാണ് ഈ ലോകത്തിലുള്ളവർ നമ്മളെ ചികിത്സിക്കുന്നത്. ആത്മീയമായിട്ടുള്ള ചികിത്സ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഒരാളുടെ വർത്താനവും നടപ്പും സംസാരവും ഇടപാടൊക്കെ കാണുമ്പോൾ നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവരാണ്, നമുക്ക് ഇയാളുടെ രോഗം മനസ്സിലാവും. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഈ ദൈവവചനം കേട്ടതിന് ശേഷം എല്ലാവരും എന്ത് മനസ്സിലായി എന്നുള്ളത് പറയണം. ഓരോരുത്തരും പറയുമ്പം ഈ ദൈവി വഴി നടക്കുന്നവർക്ക് മനസ്സിലാകും, ആ സഹോദരനിലെ സഹോദരി എവിടെ നിൽക്കുന്ന, സഹോദരിയുടെ രോഗം എവിടെ, രോഗത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാവും. മിണ്ടുന്നില്ലല്ലോ, ഒന്നും പറയുന്നില്ല, തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ ഒന്നേ ഇങ്ങനെ കാണുന്നുള്ളൂ അല്ലേ? നമ്മൾ ഈ കാണാത്ത സമയത്ത് എങ്ങനെ സംസാരിക്കുന്ന, ഇടപാടുകൾ എങ്ങനെ, നമ്മുടെ ചിന്തകൾ എന്താ, ഇതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ നമ്മൾ കേട്ടതിനോട് പ്രതികരിക്കുമ്പോൾ ആ ആളുടെ രോഗം നമുക്ക് മനസ്സിലാവും ആത്മീയമായിട്ട്. എന്നിട്ട് ആ രോഗത്തിനാണ് ചികിത്സിക്കേണ്ടത്. അങ്ങനെയല്ലേ ഡോക്ടർ? അങ്ങനല്ലേ നമ്മൾ ചെന്ന് മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ ഡോക്ടർ നമുക്ക് മരുന്ന് തരുമോ? മിണ്ടാണ്ട് അവിടെ പോയി ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന വല്ല മരുന്നും കിട്ടുമോ? ഇല്ല. അങ്ങനെയുള്ളവരെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയുണ്ട്, സാധാരണ ആശുപത്രി അല്ലത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഏറ്റുപറച്ചിൽ നടത്തുമ്പോൾ എന്താ നമുക്ക് മനസ്സിലായി എന്ന് പറയുമ്പം ഉത്തരവാദിത്തമുള്ളവർക്ക് മനസ്സിലാവും, ഈ സഹോദരൻ ആത്മീയമായിട്ട് എവിടെ നിൽക്കുന്നു, അല്ലെ സഹോദരി എവിടെ നിൽക്കുന്നു, അവരുടെ പ്രശ്നം എന്താണ്, എവിടെയാണ് അവർക്ക് തിരുത്തലിൻ്റെ ആവശ്യമുള്ളത്, എവിടെയാണ് ശാസനയുടെ ആവശ്യമുള്ളത്, എവിടെയാണ് ഉപദേശത്തിൻ്റെ ആവശ്യമുള്ളത് എന്നുള്ളത് കാര്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് ആത്മീയമായിട്ട് ചികിത്സിക്കുന്നത്. നമ്മളൊരു ഏറ്റുപറച്ചിൽ നടത്തുമ്പോൾ അല്ലെ നമുക്ക് എന്തും മനസ്സിലായി എന്ന് പറയുന്നിടത്ത് കാര്യങ്ങൾ വ്യക്തമായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഒത്തിരി ദീർഘമായൊരു പ്രസംഗമല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് 2-3 സെന്റൻസിൽ എന്താണ് ഇപ്പം നമ്മൾ ചിന്തിച്ചിരുന്നു അല്ലേ? തീമോഥെയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, നീ സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ. അപ്പം ഈ ഗ്രഹിച്ചോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് മറുപടി കേൾക്കുമ്പോൾ, അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെ നമുക്കവരെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ല ഇപ്പം നമ്മൾ ഒരു കുഞ്ഞിൻ്റെ കണക്ക് പഠിച്ചില്ല എന്നെങ്ങനെ അറിയുന്നത്? 2-ലോ 3-ലോ പഠിക്കുന്ന കുഞ്ഞ് വന്ന് നമ്മൾ കുറച്ച് ഗുണനപ്പട്ടിക ഇട്ട് കൊടുത്തു, ഒരു 10 എണ്ണം. ഇത് 10ൻ്റെ ഉത്തരം തെറ്റായിട്ടാണ് ചെയ്തെങ്കിൽ നമുക്ക് എന്തറിയാം? ഇതിനൊന്നും അറിയത്തില്ല എന്നറിയാം അല്ലേ? 6 36 പേര് 6 86 എഴുതിക്കൊണ്ട് വരുമ്പോൾ നമുക്കറിയും ഇതിന് ഗുണപട്ടികയെക്കുറിച്ചൊരു അറിവില്ല. നമുക്ക് ആ കുഞ്ഞിനെ സഹായിക്കാൻ കഴിയും. പക്ഷേ ശരിയായിട്ട് എഴുതിയ ഒരാളുടെ കോപ്പി അടിച്ചുകൊണ്ടും വന്നാലോ ഉത്തരം ശരിയായിരിക്കും, പക്ഷേ ആൾ പഠിച്ചിട്ടല്ല. ആത്മീയമായിട്ട് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ ആത്മീയ വഴിയിലാണെന്ന് അറിയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ആളെ ഒന്ന് ശാസിച്ചാൽ മതി. ആളെ എവിടെ നിൽക്കുന്നു നമുക്ക് അറിയാനായിട്ട് കഴിയും. വീണ്ടും ജനിച്ചാണോ വീണ്ടും ജനിക്കാത്തതാണോ എന്ന് അറിയാനായിട്ട്. പക്ഷെ വീണ്ടും ജനിച്ചതിൻ്റെ പ്രത്യേകത എന്താ? യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു, അവൻ്റെ വിത്ത് അവനിൽ വസിക്കാൽ അവന് പാപം ചെയ്യാൻ
കഴിയത്തില്ല. ഇപ്പം ശാസനയോട് മറക്കുകയും തിരിച്ചടിക്കുകയും ചെയ്ത ഒരാൾ ഒരു യഥാർത്ഥ വീണ്ടും ജന്മം പ്രാപിച്ച ആളല്ലെന്നാണ് കാണിക്കുന്നത്. കാരണം ദൈവിക വിത്ത് ഏത് വിത്താണ്? താഴ്മയുടെ വിത്താണ്, സൗമ്യതയുടെ വിത്താണ്, അനുസരണത്തിൻ്റെ വിത്താണ്, കീഴടങ്ങുന്ന വിത്താണ്. അപ്പം പ്രവൃത്തിയിലൂടെ അതിനോട് തിരിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്കൊരു യഥാർത്ഥ വീണ്ടും ജന്മം സംഭവം. പുള്ളി ആത്മീയമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവാം, ദീർഘമായി പ്രാർത്ഥിക്കുന്നുണ്ടാവാം, പലരോട് സുവിശേഷം പറയുന്നുണ്ടാവാം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആ ആൾക്കെന്ത് സംഭവിച്ചിട്ടില്ല? വീണ്ടും ജന്മം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ശാസന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുന്നത്. അല്ലെ, നമ്മൾ ഇന്നലെ ചിന്തിച്ചത് 141 സങ്കീർത്തനം 5 വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നീതിമാനെ അടിക്കുന്നത് ദയ, അവനെ ശാസിക്കുന്നത് എൻ്റെ തലയ്ക്ക് എണ്ണ. തൻ്റെ രോഗം ശരിക്കും മനസ്സിലായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ശാസനയെ എണ്ണയായിട്ട് എടുക്കുന്നത്, സൗഖ്യത്തിനുള്ള എണ്ണയായിട്ട്. അല്ലാത്ത ഒരാളോ തിരിച്ചടിക്കും, ആളോട് മുറിപ്പെടും, ശാസിക്കുന്ന ആൾക്ക് നേരെ കോപിക്കാൻ തുടങ്ങും, ആളുടെ കുറ്റമൊക്കെ പറഞ്ഞ് നടക്കും. നമ്മൾ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ല, എന്താ സംഭവിക്കുക? ആത്മീയമായിട്ട് മരിച്ചു പോകും. നമ്മൾ കർത്താവിൻ്റെ വരുമെങ്കിൽ പിന്തള്ളപ്പെടും. 10 കന്യമാരെ കുറിച്ച് പറയുന്നുണ്ട്. 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരും. നമ്മൾ ഇന്നലെ അതും ചിന്തിച്ചു. പോഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ 1 ശാസിക്കുന്നത് അധികം ഫലിക്കും. അവിടെ ബുദ്ധിയില്ലാത്ത കന്യകമാരും കണ്ടാൽ ഒരുപോലെ ആയിരിക്കും. ഈ 10 പേരും കാഴ്ചയിൽ ഒരുപോലെ. എല്ലാവരുടെയും കൈ വിളക്കുണ്ട്, എല്ലാവരും വെള്ളവസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നത്. പക്ഷേ മണവാളം വന്നു കഴിഞ്ഞ് വിളക്ക് കത്തിച്ചപ്പം ചിലരുടെ വിളക്ക് 5 പേരുടെ വിളക്ക് കത്തുന്നില്ല, 5 പേരുടേത് കത്തുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ ജ്ഞാനം ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശാസന അവനെ വളരെ ഗുണം ചെയ്യുന്ന. പക്ഷെ പോഷനാണല്ലോ, പോഷൻ ശാസനയ്ക്കൊന്നും വിധേയപ്പെടത്തില്ല, തിരിച്ചടിക്കും, മത്സരിക്കും. അപ്പം നമ്മൾ ഈ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, അല്ലേ, സാഗ്രർ ഇങ്ങനൊരു കാര്യം പറയാറുണ്ട്, എൻ്റെ ചർച്ചിലുള്ള എല്ലാവരെക്കുറിച്ചും എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ഓരോരുത്തരെയും അവരുടെ ആത്മീയ നിലവാരം എന്താണെന്ന്. അതറിഞ്ഞ് ഞാനവരെ തിരുത്തുകയും ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ബ്രദർ പലരും സ്വീകരിക്കാറില്ല. പക്ഷെ അവിടെ ബ്രദർ പറയും, സഹോദരൻ്റെ രക്തത്തിന്മേൽ എനിക്ക് ഉത്തരവാദിത്വമില്ല. എന്തുകൊണ്ടാണ്? അനുസരിക്കുന്നില്ല, കീഴടങ്ങുന്നില്ല, തിരുത്താൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരാളുടെ ഉത്തരവാദിത്വം എടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മളെ ഏൽപ്പിച്ച അവരോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നമുക്ക് 3-4 മക്കളുണ്ട്. ഒരു മകൻ നമ്മൾ പറയുന്നത് അനുസരിക്കുകയില്ല, തിരുത്തൽ സ്വീകരിക്കുകയില്ല, തിരിച്ച് നമ്മളെ തല്ലാൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെന്താ അവനോട് പറയുന്നത്? നീ ആയി, നിന്റെ പാടായി, നിന്റെ മേൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നമ്മൾ കൈയൊഴിയും. ആത്മീയമായിട്ട് ഇതൊരു യാഥാർത്ഥ്യമാണ്. സൗരസന്മാരെ, സ്വന്തം വഴിയിൽ നമ്മൾ നടക്കുകയും സ്വന്തം ഇഷ്ടം ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മൾ ആത്മീയരാണെന്ന് ചിന്തിക്കുന്നിടത്തൊരു വഞ്ചനയുണ്ട് നമ്മളോട്. അതുകൊണ്ടാണ് പൊതുജനത്തിൽ പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകുന്നത്, വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. കാരണം നമ്മുടെ ജഡം വഞ്ചന നിറഞ്ഞതാണ്. നമ്മുടെ ഹൃദയമാണ് ഏറ്റവും കപടവും വിഷവുമുള്ളത്. ആ കൂട്ടത്തിൽ തെസ്സലോനിക്കയിലെ പറയുന്നുണ്ട്, നമ്മൾ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുന്നില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ഒരു വ്യാജത്തിൻ്റെ വ്യാപാരം അയക്കും. വ്യാജത്തിൻ്റെ വ്യാപാരം പ്രാപിച്ച ഒരാളെന്താ ചിന്തിക്കുന്നത്? ആത്മീയമായിട്ട് വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ഉള്ളിൽ മുഴുവൻ പാപമായിരിക്കും. മത്സരവും ശാഠ്യവും ധനമോഹവും കയ്പും വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിരിക്കും. പുറമേ കണ്ടാലോ അഴകായിട്ട് ശോഭിക്കും. നമ്മൾ ആ അപകടത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്, മറന്നുപോരുത് നമ്മൾ. ഇപ്പം നമ്മളോട് പറയുന്നുണ്ട്, എന്തൊക്കെയാ വില കൊടുത്ത് വാങ്ങാൻ പറയുന്നത്? നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാ. ഏതാ വാക്യം? സാദൃശ്യവാക്യം 23:23. ഒന്ന് ഉറക്കെ വായിച്ച്. അതെ, അത് മതി. നീ സത്യം വിൽക്കുകയല്ല, വാങ്ങുക അത്ര വേണ്ട. ജ്ഞാനവും പ്രബോധനവും വിവേകവും വാങ്ങാനാ പറയുന്നത്, വിലയ്ക്ക് വാങ്ങാനാ പറയുന്നത്. ജ്ഞാനം എങ്ങനെയാ കിട്ടുന്നത്? ആരാ ജ്ഞാനിയായിത്തീരുന്നത്? ദൈവാർത്ഥമായ ശാസന കേൾക്കുന്നവൻ
ജ്ഞാനികളുടെ വസിക്കും എന്ന് പറയുമ്പോൾ ജ്ഞാനം വിലയ്ക്ക് വാങ്ങാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ശാസന വിലയ്ക്ക്. എങ്ങനെ ശാസന വിലയ്ക്ക് വാങ്ങുന്നത്? കാശ് കൊടുക്കാനല്ല. നമ്മൾ ചെയ്ത പ്രവൃത്തി എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമുക്കൊരു സംശയം ശരിയാണോ തെറ്റാണോ പലപ്പോഴും നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതല്ല, ഉത്തരവാദിത്തമുള്ള സോഹറിൻ്റെ അടുക്ക് ഞാൻ തുറന്നു പറയാം, സോഹർ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, സോഹറിൻ്റെ അഭിപ്രായം എന്താ? മിക്കവാറും ഒരു ശാസനയായിരിക്കും അതിൻ്റെ മറുപടി. അതാ വിലയ്ക്ക് വാങ്ങാന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ശാസന കേൾക്കുന്നതാണ് ജ്ഞാനിയായിത്തീരുന്നത്. തൻ്റെ തെറ്റായ പോക്കിനെക്കുറിച്ചും മനോഭാവങ്ങളെക്കുറിച്ചും അവന് മനസ്സിലാവും. മാനസാന്തരപ്പെടുകയാണെങ്കിൽ അവന് ജ്ഞാനം വർദ്ധിക്കും. ചർച്ചിനുള്ളിൽ ഇതൊക്കെയാണ് നമുക്ക് കൊടുക്കാനും പറയാനൊക്കെ ഉള്ളത്. നമുക്ക് നമ്മളെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.